കില്ലർ ഒരു സ്ത്രീയാണെന്നറിഞ്ഞപ്പോഴും ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടപ്പോഴും എന്തൊക്കെയോ വിട്ടുമാറാത്ത സംശയങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ പ്രൊഫഷണൽ കില്ലറാകുക, വാൺ ചെയ്തതിനു ശേഷം കുറ്റകൃത്യം നടത്തുക, അങ്ങനെ പലതും. എന്റെ സംശയങ്ങൾ എന്നെ നേർവഴിക്ക് നയിച്ചാൽ ഞാനൊരു സർപ്രൈസ് പ്രോമിസ് ചെയ്തിരുന്നു. ദിസ് ഈസ് ദ സർപ്രൈസ്. സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ വെച്ച് തേജോവധം ചെയ്യാനോ തരം താഴ്ത്താനോ അല്ല മാഡത്തിനെ എന്ന് വിളിപ്പിച്ചതെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? കിട്ടിയ തെളിവുടെ അപ്പാടെ സ്വീകരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അനലൈസ് ചെയ്യണം. സ്വീകാര്യമല്ലെങ്കിൽ തള്ളിക്കളയണം. അതാണ് ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. സോറി സർ, ഇത്രയ്ക്കൊന്നും എന്റെ ചിന്തയിൽ പോയില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വഷളായതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സംഭവം നടന്നിട്ട് 5-8 മാസം കഴിഞ്ഞു. ഇനി ഇവനെ എവിടുന്ന് കണ്ടുപിടിക്കാനാണ് സാർ? കണ്ടുപിടിക്കണം മിസ്റ്റർ പൊതുവാൾ. ഇല്ലെങ്കിൽ ഈ കേസിന് അന്വേഷണവുമില്ല, അവസാനവുമില്ല. ഹലോ, ഹലോ, പ്രസ് ക്ലബ് അല്ലേ? അതെ. ഞാൻ ഡിവൈഎസ്പി പൊതുവാൾ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് ആ. കേരളരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ബാബുവിനെ ഒന്ന് വേണമല്ലോ. ഇത് ഞാനെന്താ സർ ചെയ്യേണ്ടത്? ഈ പരസ്യം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും എല്ലാ എഡിഷനിലും വരണം. അതിന് ഏതെങ്കിലും അഡ്വർടൈസിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ നേരിട്ട് പത്രത്തിൽ തന്നെ കൊടുത്താൽ മതി? ഇതൊരു സാധാരണ ചരമ പരസ്യമല്ല. ഇത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇതിന് ബാബുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. പത്രാധിപർക്ക് താങ്കളുടെ കേരളരമ പത്രത്തിൽ 18/12/97 വന്ന പരസ്യം ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. ഉദ്ദേശം 2-3 മാസം മുമ്പ് പച്ചയായി ഞാൻ കണ്ട ഒരു ചെറുപ്പക്കാരനെ പരേതനാക്കി തീർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അതും 3 വർഷത്തെ പിൽക്കാല പ്രാബല്യത്തോടെ. സർക്കുലേഷനും എഡീഷനും കൂടും തോറും പത്രത്തിന്റെ ശ്രദ്ധയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ നിങ്ങൾ പിന്നോക്കമാണെന്ന് പറയാതെ വയ്യ എന്ന് രാമചന്ദ്രൻ നായർ. വീട് തന്നെ സാർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ കേരളരമ പത്രത്തിൽ ഇദ്ദേഹമാണ് അതിന്റെ എഡിറ്റർമാരൊരാൾ. നമസ്കാരം. ഇരിക്കും. രാമചന്ദ്രൻ. അതെ, ഞാൻ തന്നെ. കേരളരമയിൽ വന്ന പരസ്യത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് താങ്കൾ അയച്ച കത്ത് കിട്ടി. അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു. ഇങ്ങനെ അബദ്ധം പറ്റൂ? ഇതെന്താ തമാശ? കുറച്ചുനാൾ മുമ്പ് അവൻ ഇവിടെ വന്നിരുന്നു, എന്റെ മകന്റെ കൂടെ. 2 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു. അതല്ലേ എനിക്ക് ഇത്ര ഉറപ്പ്. അങ്ങനെ ഒരു അബദ്ധം എങ്ങനെ പറ്റിയെന്ന് അറിയാൻ എൻക്വയറി ആരംഭിച്ചു കഴിഞ്ഞു. അതിന് ഉത്തരവാദികൾ ആരായാലും ശരി, അവരെ വെറുതെ വിടില്ല. ഇനി മകന്റെ കൂട്ടുകാരനെ കണ്ട് നേരിട്ട് മാപ്പ് ചോദിച്ചാലേ ഞങ്ങൾക്ക് സമാധാനാവൂ. ഈ കൂട്ടുകാരനെ എവിടെ അന്വേഷിച്ചാൽ കാണാൻ കഴിയും? അയാളുടെ പേര് ബോസ് എന്നാ. വിലാസമൊന്നും എനിക്കറിയില്ല. സാബുവിന്റെ അഡ്രസ് വേണമെങ്കിൽ തരാം. സാബു എന്റെ മകനാ.
ആനപ്പാറ സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് എഴുതുന്ന കത്ത്. മയക്കുമരുന്ന് കഴിച്ച് അബോധാവസ്ഥയിലായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ ബാഗിൽ നിന്നുമാണ് ഈ അഡ്രസ്സ് കിട്ടിയത്. ചെറുപ്പക്കാരന്റെ പേര് സാബു എന്നാണ് അഡ്രസ്സിൽ കാണുന്നത്.